ഹായ് എവ്രി വൺ. ഇന്നിവിടെ ഒരു സ്നോ സ്റ്റോം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ കാറ്റും പിന്നെ ഇങ്ങനെ സ്നോ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ പുറത്ത് നടക്കാൻ കുറച്ച് സീനാന്ന് തോന്നും. കാരണം എന്താ പറയുക, ഇങ്ങനെ കാറ്റും കൂടി ഉള്ള കാരണം ഈ സ്നോ ഫുള്ള് ഇങ്ങനെ മുഖത്തോട്ട് അടിക്കും. ഇപ്പം ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ആൻഡ് ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആവാറായി. സോ ഐ തോട്ട് ഓഫ് ജസ്റ്റ് ഡൂയിങ് എ ഷോർട്ട് വ്ലോഗ് ബിക്കോസ് ഈ സ്നോഫോളും ഇങ്ങനെ NRVയിൽ അത്ര കോമൺ ആയിട്ടൊരു കാര്യമല്ല. സൗത്ത് ജർമ്മനിയിലൊക്കെ അത്യാവശ്യം സ്നോ പെയ്യാറുണ്ട്, ബട്ട് ഇവിടെ അങ്ങനെ അത്ര കോമൺ അല്ല. അപ്പോൾ ഐ ജസ്റ്റ് തോട്ട് ഓഫ് വ്ലോഗിങ് ഇറ്റ്. സോ ലെറ്റ് സീ ഹൗ ദ ഡേ ഗോസ്. ഈ സ്നോ പെയ്യുന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ സൈഡിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സ്നോ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പെയ്യാന്ന് പറയുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വിൻഡോൻ്റെ അവിടെ പോയി നോക്കും. പക്ഷേ എന്നിട്ട് തിരിച്ച് വീണ്ടും വർക്കിന് കയറും. നല്ല മഴയുള്ള സമയത്ത് നമുക്ക് ഈ പഴംപൊരിയും ചായയൊക്കെ കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പം നല്ല സ്നോ ആണ്. അങ്ങനെ നല്ല മഴയൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. മഴ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട ചെറിയ തുള്ളി നിൽക്കുന്ന ഒരു മഴ. പക്ഷേ സ്നോ പടിപൊളിയായ സമയത്ത് എനിക്ക് സെയിം പഴംപൊരിയും ചായയും കഴിക്കാനുള്ള ഫീലാണ്. പക്ഷേ പഴംപൊരി ഇവിടെ ഇല്ല, പഴമില്ല മീൻസ് ഇവിടുത്തെ പഴം നമ്മുടെ നാട്ടിലത്തെ നേന്ത്രപ്പഴം നമുക്കിവിടെ വല്ലപ്പോഴും കാലത്ത് കിട്ടാറുള്ളൂ. അപ്പോൾ ആ ഐഡിയ ഉപേക്ഷിക്കാം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രോസൺ ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ട്. നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രോസൺ ഉണ്ണിയപ്പം. ഇത് നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഷോപ്പിലും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ നമുക്ക് ഗ്രോസറി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മളിത് തോ ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ നമ്മളിത് ഹീറ്റ് ചെയ്യാനാണെങ്കിൽ, അതായത് മൈക്രോവേവ് ആണെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും. ആൻഡ് ഇത് നോക്കൂ, ഇത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര തിക്കായിട്ട് ഇങ്ങനെ ഒരു ബെഡ് പോലെ കിടക്കുന്നത്. ഞാനൊരു സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ്ടും സ്നോഫോൾ തുടങ്ങി. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് ടു കോൾഡ്. ഐ ഷോ യു വാട്ട് ഐ മേഡ്. ഇറ്റ്സ് നോട്ട് റെഡി, ബട്ട് അറ്റ്ലീസ്റ്റ് സംതിങ്. എന്തൊക്കെ ചെയ്തിട്ട് ആ സ്നോമാൻ അങ്ങോട്ട് ഒരു മെനയാവുണ്ടായിരുന്നില്ല. ഇതിനിങ്ങനെ ഉരുട്ടി ഈ തണുപ്പത്തെ ആൾക്കാർ എടുത്തിട്ട് ഇങ്ങനെ ഹൈറ്റിൽ ഉണ്ടാക്കണമെന്ന് മനസ്സിലാവില്ല. കാരണം അത്യാവശ്യം പാടാണ്. ഒന്നാമത് സ്നോഫോളും അതിനിടയിൽ കൂടെ ഈ തണുപ്പും എല്ലാം കൂടി ആയപ്പോൾ സ്നോമാൻ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്നോ പിഗ് ആയിട്ട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്.